ഇവരുടെ അച്ഛനുള്ളപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പശുവിനെ കുളിപ്പിക്കുന്നത്. അന്ന് പിന്നെ ഇതിനായിട്ടൊരു കുളമുണ്ട്. എല്ലാത്തിനെയും കൂടി അടിച്ചങ്ങോട്ട് ഇറക്കും. പിന്നെ ഒരു പുകില. ഇങ്ങോട്ട് മാറിയേക്കോ? ഇവള് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചേന ഇറക്കുമെന്നാ തോന്നുന്നേ. അതിനാ അവളുടെ നിപ്പ്. നാരായണൻകുട്ടിക്ക് അറിയാം പശുവിനെ കുളിപ്പിക്കാനും തെങ്ങ കയറാനും ഒക്കെ. ഗോവന് പശു എന്ന് കേട്ടാലേ ഇഷ്ടമല്ല. മാലിനിയായിരുന്നു ആടിന്റെയും പശുവിന്റെയും ഒക്കെ ഒരാള്. അമ്മയ്ക്ക് ഏതായാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല. കൊള്ളാം. ഇവരെ എല്ലാം ദിവസം ഒരു നേരം കണ്ടില്ലെങ്കിൽ എനിക്ക് ഏതാണ്ട് പോലെയാ. അന്നൊരിക്കലും അമ്മ കുറച്ചു ദിവസം ബോംബെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിന്നപ്പോ ഇവിടെ എന്നും എഴുത്താ. പശുവിന് എങ്ങനെയുണ്ട്, ആട്ടിന് എങ്ങനെയുണ്ട്, കോഴിക്ക് എങ്ങനെയുണ്ട്. അയ്യോ അയ്യോ അമ്മേ സൂക്ഷിച്ചു. ഇങ്ങോട്ട് വായി. ചെല്ല് ചെല്ല്. എടാ അവളെ തണലെടുത്ത കേട്ടാവേ. ഓ അങ്ങനെയൊന്നുമില്ല. ഇവിടെ 4 ദിവസം നിന്ന് കഴിയുമ്പോ തോന്നും അവിടെ നല്ലതെന്ന്, അവിടെ 4 ദിവസം നിൽക്കുമ്പോ തോന്നും ഇവിടെ നല്ലതെന്ന്. എന്നാലും അവിടെ ആവുമ്പോ എപ്പോഴും ഓരോ കാലം കൊണ്ട് ഓട്ടമല്ലേ. തങ്കച്ചൻ എഴുതാറുണ്ട് അവരുടെ അവിടുത്തെ പാട്. തങ്കച്ചൻ ഏറ്റവും ഇളയനല്ലേ? ഓ എല്ലാവരെക്കാളും ഒടുവിലാ പോയെങ്കിലും ഇപ്പൊ അവനാ എല്ലാവരെക്കാളും ഗോള്. ഇപ്പൊ എവിടെ അവൻ? പ്രവാസിൽ ബേബി ജോർജ് കുട്ടി ഷാർജ. ആനി പിന്നെ അങ്ങ് സൗദിയില്ല. അല്ല അവിടെ കെട്ടിയൊരു കൂടെ തന്നെയാ. എല്ലാം കൂടെ കുഞ്ഞിന് നല്ല വരുമാനമാണെന്ന് പറ. ഓ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെ ഒന്നും പഴയ പോലെ പോയിട്ടില്ലെന്നാ പിള്ളേര് പറയുന്നത്. കാശുണ്ടാക്കാൻ ഇപ്പൊ പറ്റിയ സ്ഥലം ഇദ്ദേഹത്തിന്റെ അലിയും കുഞ്ഞിരിക്കുന്ന ഇടമാണെന്ന് അവരുടെ പക്ഷം. ദുബായ്? ഓ ആരാ ഇവിടുത്തുകാരനല്ല. ഇത് നമ്മുടെ വേണു അല്ലേ? വേണു, എടാ വേണു. ഇത് നമ്മുടെ മാലിനി ചേച്ചിയുടെ മോൻ. തിരുവനന്തപുരത്തുള്ള അത് തന്നെ. ആ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. തന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലല്ലോടോ. അമ്മാവനൊക്കെ ഇന്ന് വന്നു. ഞങ്ങൾ വന്നിട്ട് 2-3 നായി. നീ വരും ഇവിടെ പറയുന്നത് കേട്ടു. ആ ഇദ്ദേഹത്തിന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ സർക്കിട്ടിലാണോ? അവിടെ ഉണ്ട്. ആ ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? എന്തോ നിൽക്കുമെന്നായി ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. പിള്ളേര് സംശയം പറഞ്ഞു നീ ആയിരിക്കുമെന്ന്. എങ്ങനെയാ വന്നേ? 3:45 ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ഒന്നുമല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ്. ഇപ്പൊ എല്ലാ ശരം വിട്ട പോലെ റോഡ് തോന്നുന്നത്. പിന്നെ വിടുന്നതും അറിയാം, എത്തേണ്ട അടുത്ത് എത്തുന്നതും കാണാം. ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടോ. ഓ വരട്ടെ അമ്മേ. ആ ഞാനിങ്ങനെ നോക്കുമായിരുന്നു അങ്ങാരെന്റെ മുമ്പിൽ ഇരിക്കുവോ എന്ന്. ഇരുന്നില്ല. ആരാ അമ്മൂമ്മ ഇയാള്? ഇവിടുത്തെ പഴയ കന്നാലിക്കാരൻ. ഇവനും ഇവന്റെ അച്ഛനും ഒക്കെ ഇവിടുത്തെ പഴയ കന്നിനെ നോട്ടക്കാരാ. ഇപ്പൊ അത് വല്ലതും പറഞ്ഞാൽ ഒക്കുവോ? ഒരു പുരുഷൻ എന്നുള്ളോ വീട്ടിൽ വന്ന് കയറിയ ഒരാളെന്നുള്ളതോ വിട്ടുകളാ. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്ന പരിചയമുള്ളൊരു മുഖം എന്നൊരു കൺസിഡറേഷൻ തരാതിരിക്കുന്നത് തല്ലുകൊള്ളാത്തിന്റെ കുഴപ്പം കൊണ്ടാ. വാ. പിന്നെ കളിക്കൊരു ബ്രേക്ക്. ഒരു ബ്രേക്കും ഇല്ല. എടി പെണ്ണെ, എന്റെ മുറി കാണിച്ചാൽ നിന്നോട് പറയാനാ അമ്മൂമ്മ പറഞ്ഞത്. അത് കാണിച്ചെന്നിട്ട് വന്നിരുന്ന് കളിച്ചോ. ഇതൊക്കെ അയച്ചിട്ടൊന്ന് ലണ്ടൻ വരെ പോകണം. അതിന് വേണ്ടിട്ടാ. അതാ മുറി കണ്ടോ, വെറുതെ വന്നിരുന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് എന്നെ തോപ്പിക്കാൻ. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ശല്യം ഉണ്ടാകും. നിന്നെ പൊട്ടിക്കും. പോയി റൂം കാണിച്ചു കൊടുത്തിട്ട് വാശീനു. ഇല്ലേലും ഇവിടെ കുഴപ്പവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ അമ്മൂമ്മ മീനു. ഷീനു ഇവിടെ ഒരു കമ്പനി ഇല്ലാതിരുന്ന ബോറടിച്ച് ചാവുകയാണെന്ന് എനിക്ക് അവിടെ ന്യൂസ് കിട്ടി. അതാ 100 പണിയുള്ളത് ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോന്നത്. അറിഞ്ഞു. കാലത്ത് പേപ്പർ വായിച്ചു. വിമൻസ് കോളേജിന്റെയും കോഫി ഹൗസിന്റെയും പോർട്ട്ഫോളിയോസ് കൂടെയുള്ള വായ്നോക്കികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോരുന്നതെന്ന് കൂടെ റേഡിയോ ന്യൂസിലുണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്നേ. ഇരിക്കുന്നില്ല. പിടിച്ച് തിന്നാനൊന്നുമല്ല. വേണ്ട. ദേ
എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരി പെരുമാറിയാലുണ്ടല്ലോ ഞാൻ ആള് മാറും. ആള് മാറിയാൽ എങ്ങനെയാ? പിടിച്ചു തന്നോ? പിന്നെ ഞാൻ മമ്മി മാലിനിയെ പെറ്റുകിടന്നതും നാരായണൻകുട്ടിയെ പെറ്റുകിടന്നതും ഗോപനെ പെറ്റുകിടന്നതും ഒക്കെ ഈ കട്ടിലല്ല. ഇതേലല്ലാതെ വേറെ എവിടെ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ ഒക്കുകയല്ല. അപ്പൊ അമ്മമ്മ ഡെലിവറിക്ക് പോയപ്പം ഈ കട്ടിലും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നോ? ആ ഹോസ്പിറ്റല് ഇപ്പോഴല്ലയോ എല്ലാരും കൂടെ ഇതൊരു വലിയ കിശുമത്താക്കി കൊണ്ട് നടക്കുന്നേ. വെറുതെ ഡോക്ടർമാർക്കും മിഡ്വൈഫുമാർക്കും കാശ് കൊടുക്കാൻ. അന്നൊന്നും ഹോസ്പിറ്റലും ഇല്ല ഹോസ്പിറ്റലും ഇല്ല. എനിക്കതായിരുന്നല്ലോ അന്ന് അവിടെ നിങ്ങളുടെ കൂടെ 10 ദിവസം വന്നു നിന്നപ്പോ ഉണ്ടായ വലിയൊരു ഏനക്കേട്. രാത്രി ആയാലും ഉറക്കം വരത്തില്ല. ചൂടോ ആവിയോ ഫാനിന്റെ മൂളിച്ചയും റോഡേ പോണ വണ്ടിയുടെ മുഴക്കവും ഒരു പോള കണ്ണടയ്ക്കാൻ ഒക്കത്തില്ലടി. ഇതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ശബ്ദവും കയറി വരില്ല. സൗണ്ട് പ്രൂഫാ. ഇതിനകത്തോ പുറത്തിടി വെട്ടിയാലും തെങ്ങ് വീണാലും യുദ്ധം നടന്നാലും ഇവിടെ അറിയത്തില്ല. ചൂട് കാലത്ത് നല്ല തണുപ്പും തണുപ്പ് കാലത്ത് നല്ല ചൂടുവാ. AC ആയിരിക്കും. കള്ളമല്ല. വേണേൽ ഇന്നൊരു ദിവസം മോളമ്മമ്മയുടെ കൂടെ കിടന്നു നോക്ക്. അയ്യോ, നേരം വെളുക്കുമ്പോഴത്തേ ഞാൻ ഓക്സിജൻ കിട്ടാതെ ചത്തു കിടക്കും. എനിക്ക് ഒരുപാട് വിൻഡോസ് വേണം ഉറങ്ങാൻ. പറ്റിയ ടെറസിൽ പോയി കിടന്ന് ഉറങ്ങുന്ന പാർട്ടിയാ. ആണോ? ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇവിടെ വന്നാ ഏറ്റവും ഇഷ്ടം മുറ്റത്താ മണലിൽ പോയി കിടന്നുറങ്ങുന്നതാ. എന്തൊരു സൈലൻസാ, സ്കൈയും കണ്ട് അങ്ങനെ. അംബികേ, ഇവളൊരു എഴുത്തുകാരിയാകും. നോക്കിക്കോ. പോ അമ്മൂമ്മേ. അമ്മ മീനുവിനെ നൈസായിട്ടൊന്ന് വാരിക്കളഞ്ഞല്ലോ. ഒന്നുമില്ല. ഐ എം സോറി. ആള് മാറിപ്പോയോ? അവിടെ കൊണ്ട് നിർത്തിയത് ഭാഗ്യം. പ്ലാൻ ചെയ്ത് നിന്നത് വരുമ്പോ കെട്ടിങ് പിടിക്കാൻ. എ വയലന്റ് എംബ്രേസ്. പിന്നെ എന്താ പിടിച്ചാല്? എ ഡീപ് ഡീപ് ഹഗിങ്. കിസിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എ ഹഗ്. വേണിച്ചിട്ടാ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്റെ ദേഹത്ത് തൊടരുത്. വായോണ്ട് എന്ത് വേണേ പറഞ്ഞോ. ഒരു വിരൽ എന്റെ ദേഹത്ത് മുട്ടിയാല് അന്ന് നമ്മൾ തമ്മിൽ പിണങ്ങും. പിന്നെ ഞാൻ ഒരൊറ്റ വാക്ക് സംസാരിക്കില്ല. വൺസ് ഐ സേ നോ, ഇറ്റ്സ് എ നോ. ചുമ്മാ ചുമ്മാതൊന്നും അല്ല. പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത്. ഇതൊരു അൾട്ടിമേറ്റ് മാതിരിയാണല്ലോ. അതെ, തൊടാതെ പിടിക്കാതെ ഒരു പെണ്ണുമായിട്ട് കമ്പനിയോട് അറിഞ്ഞുണ്ടെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേരെ. ആ വാ. പറഞ്ഞോക്കെ. ഓ എഗ്രീഡ് മോളെ. ഒന്നൊപ്പം നടക്കണമെങ്കിൽ നീ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരാൻ പറ്റാ വേണോ? വേണ്ട. തുടരുന്നല്ലേ ഉള്ളൂ. കൊച്ചു വർത്താനം പറയാമല്ലോ. കൊച്ചു വർത്താനം അല്ല, വലിയ വർത്താനം തന്നെ പറഞ്ഞോണം. പറയാമല്ലോ. ബോംബെയിലൊക്കെ ഈ ഹായ് പിള്ളേരുണ്ടാവുമല്ലോ. തൊട്ട ഫ്ലാറ്റിലും കൂടെ പഠിക്കുന്നൊക്കെ ആയിട്ട് ഉണ്ട്. അവരെല്ലാം 10 അടി വിട്ട് നിന്നാണ് കൊച്ചു വർത്താനം പറയാം. അല്ല, ചിലർ തൊടുകയും തോളെ കൈയിടുകയൊക്കെ ചെയ്തെന്നിരിക്കും. അപ്പോഴൊന്നും ചേർപ്പം തോന്നില്ലേ? ഇല്ല. പിന്നെങ്ങനെ ഇപ്പോ? അതെ, ദേഹത്ത് ഈച്ചയോ കൊതുക് വന്നിരിക്കുന്ന പോലെയുള്ളൂ. അത് അപ്പൊ തന്നെ മറക്കും. എന്താ വിചാരിച്ചിരിക്കുന്നേ? ഹായ് പാർട്ടീസും മേടിച്ചേട്ടനും എനിക്കൊരു ലെവലാന്നാ? യു ആർ എൻ ഇഡിയറ്റ്. ഇത് ഒരുമാതിരി വായ കൊണ്ട് പറച്ചിലാണോ എന്ന് അറിയാം. ഒന്നുമല്ല, ഐ എം സീരിയസ്. എന്റെ ലൈഫിലെ ദാറ്റ് സംബഡി ഇല്ലേ, അതെന്നും നീയാടാന്ന് പറയാനാ വരുന്നേ. പറയുന്നില്ല, റെസ്പെക്ട് തരണല്ലോ. ദാറ്റ്സ് അപ്പ്. പക്ഷെ ഇവിടെ തെളിവ്. എനിക്കിത് നേരാണെന്ന് തോന്നണമെങ്കിൽ അതിന് പ്രൂഫ് എവിടെ? പ്രൂഫോ? എന്ത് പ്രൂഫ്? ഈ വെക്കേഷൻ തീർന്ന് പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഷീനിന് സൗകര്യമുള്ളപ്പോൾ ഒരിക്കൽ ഒരേ ഒന്ന് എനിക്ക് പിന്നെ ഓർക്കാൻ വേണ്ടിട്ടാ. അത് മതി എനിക്ക് പ്രൂഫിന്. ഞാൻ തന്നോളാം. എപ്പോ? ഇപ്പോഴോ? ഇപ്പോഴല്ല, ഞാൻ പറയുന്ന പോലെ നല്ല കുട്ടിയായി നിന്നാ പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കൽ.
മനസ്സിലായില്ല. ഗോ മാൻ. ഒക്കെ അവൾക്ക് മനസ്സിലാവും. ഇതാരും അയ്യോ പറഞ്ഞപ്പോ അതിന് മനസ്സിലായല്ലോ. കണ്ടോ? പോകാൻ പറ്റേ എനിക്ക്? കുട്ടി വരൂ. വാ, മോളങ്ങ് വളർന്നു പോയല്ലോ. To Wall Street and the Associates at 9:27, and to take us up to that time. From Brooklyn, New York, weighing 220 pounds. ഇതാണ് തീപ്പെട്ടിക്കൂടിനകത്തെ സിൽമ. ഇത് അമ്മയ്ക്കാ. അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. الفريق الأول نشاهده هنا وهو مؤلف من جيف كريني ولورين سوسي. هو ذا لورين سوسي. The East-West connection from New York City, weighing 252 pounds. Here is Adrian Adonis. ويتألف الفريق الثاني من إدريان أدونيس. هو ذا إدريان أدونيس ومعه جيس فانتورا من كاليفورنيا. هو ذا جيس فانتورا. Here is Jesse, the Body Ventura. അയ്യോ കണ്ടോ? إدريان أدونيس وجيس فانتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين. وهو ذا مدير أعمالهما. ഈ പടം കണ്ടിട്ടുള്ളതാണ്. ഏയ് നല്ല സാധനമാ. ഓ ആര് പടം കാണുന്നു? വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി. ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞ ജ്വരമായിരുന്നല്ലോ. ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി എത്ര ദിവസം കൂടെ ലീവ്? പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം. LTC പോന്നതാ. ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന്. ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു. അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ ഷെയ്ഖുമാർക്ക് മനസ്സിലാവൂ. ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാനയാ ചേനയാന്നൊക്കെ പറഞ്ഞ അവന്മാരെ വരട്ടി. അറിഞ്ഞോ? എന്ത്? പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ, അത് ഇവക്ക് സ്വല്പം കൂടുതലാ. എന്നെ വെറുതെ അതും പറയണ്ട. വാങ്ങിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തോ നടന്നിട്ടുണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി 3.25 ലക്ഷം രൂപ അവിടെ എന്നെ അങ്ങോട്ട് കൊടുത്താലേ വാങ്ങിച്ചു എന്നൊക്കെ പറയാൻ ഒക്കുള്ളൂ. ആ അത്രേ ആയല്ലോ. ഞങ്ങളിതാ 2 കഥാപാത്രങ്ങൾ 19 കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക. ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക. ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റ് വാടക. അതെ. ഞങ്ങൾ പിന്നെ ഇപ്പൊ ഇത് തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ പഠിത്തം നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ഈ നാട്ടിൽ വന്നേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ അങ്ങ് പറ്റി തൂങ്ങി കഴിയാനും അവര് സമ്മതിക്കില്ല. ഓരോരുത്തരെയും സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞു വിടുക. എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും. ദേ ആ ബ്രൗൺ സൂട്ട് കേസ് ഒന്ന് തുറന്നു തരാമോ? എനിക്ക് അതിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. തുറന്നണം. അതിന്റെ പൂട്ട് തിരിയുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു. 6:45 വാങ്ങുന്നേ. 3.5 കൊടുത്തു. ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന്. സിറ്റിയുടെ നടക്കെ 2 bedroom വിത്ത് ഓൾ ഫെസിലിറ്റീസ്. കൈ പണമുള്ള പലരും അങ്ങനെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിടും. അതൊരു പതിവാ. ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ സ്വന്തം അനിയനായതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോണം. നമ്മളും ഈ ഇലക്ട്രിക് ട്രെയിനിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലായി. അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.